ആണ് പടത്തിനെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗും പരിപാടിയുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് വർപ്പിച്ച് കളഞ്ഞത്. ജിത്തു ജോസഫിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കറക്റ്റായിട്ട് ലാസ്റ്റ് കൊണ്ട് ഒരു വർത്തിക്കുന്നുണ്ട്. കുറച്ച് സ്പോയിലറാണ് പടത്തിനെ പറ്റിയിട്ട്. ലാസ്റ്റ് നമുക്ക് എത്തി കളയും. അപർണ ബാലമുരളി, ആസിഫ് അലി തകർത്തു. ആസിഫ് അലിയുടെ അടുത്തൊരു 50 കോടി നമുക്ക് എണ്ണി തുടങ്ങും പടം. ദൃശ്യ ലെവലുണ്ടോ പടം? ദൃശ്യം ലെവലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദൃശ്യത്തിന്റെ താഴെ നിൽക്കും, ദൃശ്യത്തിന്റെ അത്ര എത്തുന്നുണ്ട്. ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞതെല്ലാം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രെഡിക്റ്റബിൾ ആണ്, പക്ഷെ നമുക്ക് അവസാനം വരുമാണ് കഥ മാറുന്നത്. ദൃശ്യം തന്നെ, ദൃശ്യത്തിന്റെ ഒരു വേറെ ലെവല്. പക്ഷെ ഇതൊരു പടം നമുക്ക് കണ്ടപടം തന്നെ, പക്ഷെ കുറച്ചുകൂടെ ജിത്തു ജോസഫിന്റെ ഒരു പടം. പിന്നെ ഈ ലോക്കയുടെ കൂടെ പിടിച്ചു പടം ഇല്ല, ലോക്കെ ലെവലല്ല, അത് രണ്ട് ടൈപ്പ് അല്ല. ലോക്കെ വേറെ ലെവല്, പക്ഷെ അപർണ ബാലമുരളി അമ്മ ചെയ്തത് ആസിഫ് അലി ഒക്കെ ഓളോർ നല്ല പടം. സർപ്രൈസ് ആണ്. ഫസ്റ്റ് നമുക്ക് പടം പ്രെഡിക്റ്റ് ചെയ്യാവുന്ന പോലെ, അടുത്ത എന്ത് നടക്കുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പോലെ തോന്നും. പക്ഷേ ഏറ്റവും അവസാനത്തെ 20 മിനിറ്റിലാണ് ഫുൾ ട്വിസ്റ്റ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം അതിനകത്തുണ്ട്. അത് തിയേറ്ററിൽ തന്നെ കാണുക. എന്താ പറയുക, അതിപ്പോൾ എന്താ പറയുക, അത് പറഞ്ഞ സ്പോയിലറായി പോകും. ആസിഫ് അലി അപർണയിലും നല്ലൊരു കോംബോയാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ എലമെൻസും നിറാശിലുണ്ട്. ദൃശ്യം അങ്ങനെ പറയാം, ദൃശ്യം വേറെ ഇത് വേറെ. അപ്പോൾ ഒരു ഗ്രാഫിലുണ്ടല്ലോ, ദൃശ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്കി നിൽക്കുന്ന ഗ്രാഫാണ്. ഇത് അത്ര എത്തത്തില്ല, അത് അത്യാവശ്യം ട്വിസ്റ്റുള്ള ഒരു പടം തന്നെയാണ്. ഈ ആസിഫ് അപർണ കോംബോ വീണ്ടും ഒരു ഹിറ്റ് കോംബോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കോംബോ നല്ല രീതിയിൽ വർക്കൗട്ട് ഉണ്ട്. തിയേറ്ററിൽ അവരുടെ കെമിസ്ട്രി നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ആസിഫിനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമറാണ് ആസിഫ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന അറിയില്ല. തിയേറ്ററിൽ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിരിക്കും നിറാശ്. ഇത് കോംബോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആസിഫ് അപർണ കോംബോ പറയുന്നത് ജിത്തു ജോസഫ് ആസിഫ് കോംബോ നമ്മൾ പ്രതീക്ഷയുണ്ടായിരുന്നു. അതും എത്രത്തോളം അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടറിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, അതുപോലെ ആസിഫ് എന്ന ആക്ടറിൽ നമുക്ക് വിശ്വസിച്ച് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് നിറാശ്. നല്ല മൂവി, ഒരു ത്രില്ലർ മൂവിയാണ്. ആസിഫിൻ്റെ എല്ലാ ഫിലിമിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ സെലക്ഷനും പെർഫോമൻസുമാണ്. ശരിക്ക് ഈ മൂവി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തായിരുന്നു ഒരു 10 മിനിറ്റ്സ് ക്ലൈമാക്സ്. ശരിക്കും എൻജോയ് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരുടെയും ആ ഒരു ജഡ്ജ്മെൻറ്റ് മാറ്റിക്കളഞ്ഞു. ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിൻ്റെ പ്രതീക്ഷിക്കുന്നതിന് നമുക്കത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആ പ്രതീക്ഷ ഓൾവേസ് ദയർ. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഫിലിമിൽ നമുക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്തെങ്കിലും പുള്ളിയുടേതായ ഒരു സിഗ്നേച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അതിലും മേലെ നല്ലൊരു സംഭവം ഉണ്ട് ഫിലിമിൽ. എസ്പെഷ്യലി ആസിഫിൻ്റെ ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ, പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അർജുൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? അർജുൻ ബിഗ് ബോസിലെ അർജുനും നന്നായിട്ടുണ്ട്, അതുപോലെ ഹക്കീമും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻ ടോട്ടൽ എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ആസിഫ് അലി അപർണ കോംബോ ഒരു ഭാഗ്യ കോംബോ എന്നാണ് പറയുന്നത്. നന്നായിട്ടുണ്ട്. കിഷ്കിന്ധത്തിന് ശേഷം അത് വേറൊരു രീതിയിൽ അവരത് യൂട്ടിലൈസ് ചെയ്തെന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയും അങ്ങനെ പടങ്ങളുണ്ടാവട്ടെ. മസ്റ്റ് വാച്ചാണ്. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും വാച്ചബിളാണ്. ഫാമിലി ഓഡിയൻസിനാണെങ്കിലും യൂത്തിനാണെങ്കിലും എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സൂപ്പർ ലെവൽ വരുമോ? അതൊന്നും നമുക്ക് പറ്റില്ല. അത് കാലഘട്ടം വേറെയല്ലേ. പക്ഷെ എങ്കിലും അതുപോലെയൊക്കെ തന്നെ ആയി തീരും പടം. അത്രയ്ക്ക് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.